അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ കണ്ടീഷൻസിൽ നമ്മൾ ചില വൈറ്റമിൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് കഴിക്കേണ്ട വൈറ്റമിൻസും അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യുൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഇന്ന് എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. കാലങ്ങളായിട്ട് ഒത്തിരി പേഷ്യൻസ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻസിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഒരു നേരത്തെ മെഡിസിൻസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പം പല രീതിയിലുള്ള സിംറ്റംസ് ആണ് ഓരോ ആളുകളിലും കാണപ്പെടുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം രൂപപ്പെടാവുന്നതാണ്, ഓക്കാനം, ഛർദി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്, കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്ലർഡ് വിഷൻസ് ഉണ്ടാവുന്നതാണ്, ശരീരം ഒരു വേദന, കിതപ്പ് ഫീൽ ചെയ്യാവുന്നതാണ്, ചെവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു ബിസിങ് അല്ലെങ്കിൽ ഒരു ടിനിറ്റസ് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്ന പോലത്തെ കണ്ടീഷൻസ്, അതേപോലെ തന്നെ മസിൽ ക്രാംസിൻ്റെ പ്രശ്നങ്ങൾ, കിതപ്പ് ഫീൽ ചെയ്യുക, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ഒരു മൈൽഡ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ, ഇതൊക്കെയാണ് മെയിനായിട്ടും ഹൈപ്പർ ടെൻസീവ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും ഇതിന് കാലങ്ങളായിട്ട് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു മെഡിസിൻസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ അതിനെ ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈപ്പർ ടെൻസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതശൈലി രോഗമാണ്. അതായത് പല നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷൻസ് രൂപപ്പെടുന്നത്. നമ്മൾ സ്മോക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ആൽക്കഹോളിക് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല, കൃത്യമായിട്ടൊരു എക്സസൈസ് ഫോളോ ചെയ്യുന്നില്ല, മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഉള്ള ആളുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പലരും ഇന്ന് ഒരു പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അതേപോലെ തന്നെ കൂടുതൽ ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നു, കൂടുതൽ ഷുഗറി അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. പണ്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശരീരം അധ്വാനിക്കുന്ന ആളുകളാണ്, അതായത് ബോഡി വർക്കൗട്ട്സ് ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷൻസിൽ എപ്പോഴും ഒരു 4 ചുവരിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജനറേഷൻസ് ആണ് നമ്മുടെ ചുറ്റും കാണപ്പെടുന്നത്. അപ്പം അതിനനുസരിച്ച് രോഗങ്ങളും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിലെ മെയിൻ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻസ് എന്ന് പറയുന്നത്. പലരും രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ഇതിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഭക്ഷണത്തിൽ യാതൊരു രീതിയിലുള്ള കൺട്രോളും ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവർ ചിന്തിക്കുന്നത് മെഡിസിൻസ് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ഭക്ഷണം ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇന്ന് പലർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് ഈ ഒരു കംപ്ലയിൻസ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പം ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ജീവിതശൈലി രോഗങ്ങൾ വരുന്നതൊക്കെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അമിതവണ്ണം ഇതിൻ്റെ മെയിൻ ട്രിഗറിങ് ഫാക്ടറാണ്. അതായത് ഒബേസിറ്റി മെയിൻ ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ ബ്ലഡ് വെസൽസിലേക്ക് എല്ലാം കൃത്യമായിട്ട് ആ ഒരു സർക്കുലേഷൻസ് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ കൊഴുപ്പടിഞ്ഞു കൂടുകയും നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ സോഡിയം അമിതമായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അതും ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ഈ ഒരു ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിൽ കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ കാർഡിയാക് അറസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്, സ്ട്രോക്കിൻ്റെ കംപ്ലയിൻസ് ഉണ്ടാവുന്നതാണ്, കിഡ്നി ഫെയിലിയർ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ വൃക്കകളാണ്. അപ്പോൾ വൃക്കകൾ തകരാറായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലഡ് പ്രഷറിലും വേരിയേഷൻസ് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വർക്കൗട്ട്സും ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിലും അതും ഇതിൻ്റെ ഒരു ലീഡിങ് ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഡയറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ബാലൻസ് ഡയറ്റിൽ നിങ്ങൾ കുറച്ച് വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ആളുകളാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഗുഡ് ഫങ്ഷനിങ് എന്നാണ് നമുക്ക് പറയേണ്ടത്. വൈറ്റമിൻ ഡി നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലുകൾക്കും പേശികൾക്കും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ, ശരീരവേദന, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ എല്ലുകളിൽ നിന്നൊക്കെ ഒരു കടച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഈ ഒരു രക്തസമ്മർദ്ദത്തെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. അതായത് രക്തക്കുഴലുകളിലേക്കുള്ള സർക്കുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് വൈറ്റമിൻ ബി അല്ലെങ്കിൽ വൈറ്റമിൻ B3 നിയാസിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു രക്തക്കുഴലിലേക്കുള്ള ഇൻഫ്ലമേഷൻസ് എല്ലാം കുറയ്ക്കുന്നത് വൈറ്റമിൻ ബി ആണ്. അതായത് രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി, ആ ഒരു സ്ട്രെച്ചിങ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ
സർക്കുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ B3 അത്യാവശ്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്, നട്ട്സ് കഴിക്കാവുന്നതാണ്. പയറുവർഗ്ഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ B കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ആവുന്നതാണ്. ഈ B കോംപ്ലക്സ് കുറയുമ്പോഴാണ് നമുക്ക് അൾസറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നംനെസ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അതായത് കാലുകൾക്ക് തരിപ്പ്, മരവിപ്പ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ശരീരത്തിൽ വൈറ്റമിൻ B3 കുറയുമ്പോഴാണ്. അപ്പോൾ ഈ വൈറ്റമിൻ B3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞു, ചെറിയ മത്സ്യങ്ങളും ലീഫി വെജിറ്റബിൾസും പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തെ ഒരു മെയിൻ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം, മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ മസിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതായത് ഹാർട്ട് മസിൽസിനെ കൂടുതലായിട്ടും ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. ഈ മസിൽസ് കൃത്യമായിട്ട് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിലാണ് നമുക്ക് മസിൽ ക്രാംസിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, മസിൽ പെയിൻ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് നിങ്ങൾക്ക് ബനാന അല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്, ലീഫി വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്, നട്ട്സും അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മെഗ്നീഷ്യം ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇനി മറ്റൊരു മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം എന്ന് പറയുമ്പം ഈ ബ്രൊക്കോളി, അതേപോലെ തന്നെ അവക്കാഡോ, ഇതിലൊക്കെ നല്ല രീതിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻസിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പൊട്ടാസ്യം അത്യാവശ്യമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹാർട്ട് മസിൽസിൻ്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൊട്ടാസ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള പൊട്ടാസ്യം, മെഗ്നീഷ്യം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B3 നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കാലങ്ങളായിട്ട് നമ്മൾ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡോസേജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വർക്കൗട്ടും അത്യാവശ്യം ചെയ്യാൻ ശ്രമിക്കുക. ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നല്ല രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസും കാർഡിയാക് എക്സസൈസും അതേപോലെ തന്നെ എയറോബിക് വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് ഡിസോൾവ് ആവുകയും നമുക്കൊരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഫീൽ ചെയ്യാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.